പ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വചനവുമായി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്ന വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യമാണ് ഇന്നത്തെ ചിന്താവിഷയമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഇവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ആമേൻ. ഇവിടെ സമാധാനത്തെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ പല വിധത്തിലുള്ള സമാധാനം നമുക്ക് തരുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഏത് പ്രതിസന്ധികളും ഏത് സാഹചര്യങ്ങളെയും ഏത് ഭാരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ വരുന്ന ആൾക്കാരെ കാണുമെന്നാൽ അത്രയും ആശ്വാസം നമുക്ക് തന്നിട്ട് പോകുമ്പോൾ അതെല്ലാം ക്ഷണ നേരത്തേക്കേ ഉള്ളൂ. എന്നാൽ പരിമിതിയില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും തരികയാണ്. ഇവിടെ ഞാൻ എൻ്റെ സാക്ഷ്യം അല്പം നിങ്ങളോട് പറയുകയാണ്. എൻ്റെ പേര് സെമീന ജി. ഞാൻ എൻ്റെ മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് കർത്താവിനെ അറിഞ്ഞത്. കർത്താവിനെ അറിയുന്ന മുമ്പ് ഉള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരുന്നു. സമാധാനം എന്തെന്നോ സന്തോഷം എന്തെന്നോ അറിയാതെ ഞാൻ വളരെ ഭാരപ്പെട്ട് അനേകം ഇടത്ത് ഞാൻ സമാധാനത്തിനായി കടന്നു ചെന്നിട്ടുണ്ടെങ്കിലും ഈ കർത്താവിനെ ഞാൻ അറിഞ്ഞു. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ഒരു വചനം വായിച്ചാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത്. ആ കർത്താവിൻ്റെ ഉള്ളത്തിൽ വന്നപ്പോൾ എനിക്ക് സമാധാനം കിട്ടുവാനിടയായി. ആ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ, ആ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളത്തിൽ വന്നപ്പോൾ, കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എനിക്ക് വലിയൊരു സമാധാനവും സന്തോഷവും കർത്താവ് എനിക്ക് നൽകി തന്നു. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് ഈ സമയം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണോ, ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ മുൻപോട്ട് പോകുന്നത്, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലായിരിക്കാം, നിങ്ങളെ സമാധാനിപ്പിക്കാൻ ഒരു വ്യക്തിയുമില്ലായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഭാര്യയെക്കുറിച്ചാണോ ഭാരപ്പെടുന്നത്, അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ചാണോ ഭാരപ്പെടുന്നത്, അല്ലെങ്കിൽ തലമുറകളെ ചൊല്ലിയാണോ ഭാരപ്പെടുന്നത്. ഏത് ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നിങ്ങളെ ഈ ലോകത്തിലുള്ളവർ ആശ്വസിപ്പിക്കുന്നില്ല എങ്കിലും കർത്താവ് നിങ്ങളുടെ ഉള്ളങ്ങളിൽ വരുമ്പോൾ അവിടെ വലിയൊരു ആശ്വാസം, വലിയൊരു സമാധാനം നിങ്ങളെ തേടിയെത്തും. ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. കർത്താവ് നിങ്ങളുടെ ഉള്ളിലില്ല എങ്കിൽ ഇന്ന് ഈ സമയം തന്നെ കർത്താവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചാൽ, അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, ബലത്തോടെ നിങ്ങൾ ആ കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ആ കർത്താവിന്റെ സ്നേഹവും സമാധാനം നിങ്ങളുടെ ഉള്ളങ്ങളിൽ എത്തുവാൻ സാധിക്കും. ഏത് സാഹചര്യത്തിൽ നമ്മൾ നിന്നാലും, ഏത് പ്രതിസന്ധികളിൽ നിന്നാലും കർത്താവിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ശക്തീകരിക്കുകയും കർത്താവ് നമുക്ക് സമാധാനം തരികയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഈ സമയം കർത്താവ് നിങ്ങളുടെ ഉള്ളങ്ങളിൽ വസിച്ചാൽ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഉള്ളങ്ങളിൽ ഓരോരുത്തർക്കും അത് വ്യാപരിച്ച് നിങ്ങളുടെ കുടുംബജീവിതമാകട്ടെ, നിങ്ങളുടെ തലമുറകളിലെ ചൊല്ലിയുടെ ഭാരമാകട്ടെ, നിങ്ങളുടെ ഭാര്യ ഭർത്താവിനെ കുറിച്ചുള്ള ഭാരമാകട്ടെ, ഏത് പ്രതിസന്ധിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം നിലനിൽക്കുന്നത്, കർത്താവ് നിങ്ങളുടെ ഉള്ളങ്ങളിലുണ്ടോ ആ സമാധാനം, കർത്താവിന്റെ സമാധാനം. ഇവിടെ വചനം പറയുന്നത് പോലെ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല. ഈ ലോകത്തിന്റെ സമാധാനമല്ല, ദൈവിക സമാധാനം, ആ കർത്താവിന്റെ സമാധാനം ഈ സമയം നിങ്ങളിൽ ഓരോരുത്തരും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്ഥനിൽ നിർത്തുന്നു. ആമേൻ. സ്തോത്രം.